ായിട്ട് തന്നെ കുറ്റകൃത്യങ്ങളെ എതിർക്കുന്നവരുണ്ട്. പുരോഹിതന്മാരെല്ലാം മോശക്കാരാണെന്ന് പറയാൻ ഞാൻ പൊതുവായി പറയുന്നില്ല. ശൈല ടീച്ചർ, ഒരു കാര്യം കൂടി, സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കാൻ കഴിയില്ല. കാരണം സംഭവിച്ചതിന് ശേഷവും തുടർ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഇടപെടാൻ കഴിയുന്നില്ല സാമൂഹ്യക്ഷേമ വകുപ്പിന്. ഒരു ഉദാഹരണം പറയാം, ഈ വാളയാറിലെ സംഭവം. 52 ദിവസം മുൻപ് ഒരു 9ാം ക്ലാസ്സുകാരി കെട്ടിത്തൂങ്ങി മരിക്കുന്നു. ആ കുട്ടിയുടെ ഒരു പൊക്കം വെച്ചുകൊണ്ട് ആലോചിക്കാൻ കഴിയുമല്ലോ അതിനത് കഴിയില്ല എന്ന്. 52 ദിവസം കഴിയുമ്പോൾ 4ാം ക്ലാസ്സുകാരി അതേപോലെ തൂങ്ങി നിൽക്കുന്നു കേരളത്തിൽ. ശൈലജ ടീച്ചർ, ഇതിനിടയിൽ എന്ത് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു? ഇതിനിടയിൽ നിങ്ങൾ കാണേണ്ടത് നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അപജയം വളരെ വലുതാണ്. സാമൂഹ്യ നീതി വകുപ്പ് ഇപ്പൊ ഞാൻ ഇതിന്റെ ചുമതല ഏറ്റതിനു ശേഷം ആഗ്രഹിക്കുന്നത് ഈ അപജയം ഒഴിവാക്കാൻ എല്ലാ മേഖലകളിലും ഒരു മാറ്റം ഉണ്ടാവേണ്ടത്. മാധ്യമരംഗത്തുണ്ട്, ചില കാര്യങ്ങളെല്ലാം വളച്ചൊടിക്കപ്പെടുന്നുണ്ട്, ചിലതെല്ലാം ആഘോഷിക്കപ്പെടുന്നുണ്ട്, ചിലതെല്ലാം സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുക എന്ന മാധ്യമത്തിന്റെ ധർമ്മത്തെ ഞാൻ ബഹുമാനിക്കുന്നു. എന്നാൽ അതല്ല എല്ലായിടത്തും നടക്കുന്നത്. മാത്രമല്ല, സമൂഹത്തിന് സാമൂഹ്യ വ്യവസ്ഥയുടെ ഒരു തരക്കേടുണ്ട്. വ്യവസ്ഥയും പറഞ്ഞ് മാറി നിൽക്കാനല്ല ഞാൻ പറയുന്നത്. ഇനി രണ്ടാമതൊരു ചോദ്യമായിട്ട് എന്നോട് അതിനെ നിഷേധിക്കണ്ട. ഉണ്ടാകുന്നതിനെ നേരിടാൻ തന്നെയാണ്. എന്നാൽ ഈ സമൂഹത്തിൽ ഒരുപാട് ദുഷിച്ച കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ ഫലമായിട്ട്. അതിനെയെല്ലാം സംരക്ഷിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ചില എലിമെന്റ്സ് ഈ സമൂഹത്തിലുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് അതിനോടൊന്നും ടീച്ചർ 9ാം ക്ലാസ്സുകാരി ആത്മഹത്യ ചെയ്തു. 4ാം ക്ലാസ്സുകാരിയെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകണമെന്ന് CWC അധികൃതർ ആവശ്യപ്പെടുന്നു. മാതാപിതാക്കൾ തയ്യാറാകുന്നില്ല. ഫലം എന്താണ്? ആ കുട്ടിയുമില്ല ഇപ്പോൾ കേരളത്തിൽ, ജീവനോടെ ഇല്ല. ഞാൻ പറയുന്നതിന്റെ കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലേ? ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോ സാമൂഹ്യനീതി വകുപ്പും ആഭ്യന്തര വകുപ്പും ഒക്കെ ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കാനുള്ള നിരവധി നടപടിക്രമങ്ങളുമായിട്ട് വരികയാണ്. ഓരോന്നോരോന്നായിട്ട് ഞാനിപ്പോ പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. പിങ്ക് പോലീസ് അടക്കം, വനിതാ ബറ്റാലിയൻ അടക്കം, സാമൂഹ്യനീതി വകുപ്പിൽ ഇപ്പൊ നടക്കുന്ന നിരവധി പ്രചരണ പരിപാടികളടക്കം, 181 എന്ന് പറയുന്ന മിത്ര 181 എന്ന് പറയുന്ന ഹെൽപ്പ് ലൈൻ ഞങ്ങൾ ലോഞ്ച് ചെയ്തതടക്കം, ഇത്തരം കേസുകളിൽ അടിയന്തരമായിട്ട് പോലീസ് അന്വേഷണം നടത്തുന്നതടക്കം ഒരുപാട് കാര്യങ്ങൾ ആരംഭിച്ചു ഈ 8 മാസത്തിനുള്ളിൽ. ആ ആരംഭിച്ചതിന് ഫലം ഉണ്ടാകും എന്ന് തന്നെ ഞാൻ ആശിക്കുകയാണ്. കാരണം ഇതുമായി മാത്രം ബന്ധപ്പെട്ടതല്ല, ഒരുപാട് ഘടകങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങളാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളെ പൂഴ്ത്തിവെക്കുന്നതിനോ കുറ്റവാളികളെ രക്ഷിക്കുന്നതിനോ ഉള്ള സമീപനം LDFന്റെ ഭാഗത്തുണ്ടാവില്ല, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് വ്യക്തമാക്കുന്നതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഫലം കാണുമോ എന്ന് നമുക്ക് നോക്കാം. കുട്ടികളുടെ ആത്മഹത്യ ഉണ്ടാവരുത്. പ്രായപൂർത്തിയാകാതെ കുട്ടികളെ ആരും ദ്രോഹിക്കരുത്. അവർ ഗർഭിണികളാവരുത്, അവർ പ്രസവിക്കരുത്, അവരുടെ വിദ്യാഭ്യാസം മുടങ്ങരുത്. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് കേരളത്തിലെ സോഷ്യൽ ജസ്റ്റിസ് വകുപ്പ് ഇപ്പൊ അതിന്റെ വിവിധ ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതിന് മാധ്യമങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ദോഷൈക തൃക്കുകളാവുകയല്ല വേണ്ടത്. അവിടെ അത് വന്നു, എന്ത് ചെയ്തില്ല, നിങ്ങളും കണക്ക് അവരും കണക്ക് എന്ന് പറയുകയല്ല വേണ്ടത്. ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, ചെയ്യാൻ പോകുന്നതിന് സപ്പോർട്ട് ചെയ്യുക. സമൂഹത്തിന്റെ ആകെ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ പിന്തുണയും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നന്ദി ശൈലജ ടീച്ചർ പ്രതികരിച്ചതിന്. രാകേഷ് സനൽ, ദോഷേക ദൃക്കുകളായതുകൊണ്ടാണോ നാം ഈ പ്രവർത്തന രീതിയിൽ പിഴവ് വരുത്തുന്ന ആളുകൾ ഒരു പ്രത്യേക തരത്തിൽ കേരളത്തിൻ്റെ സാമൂഹ്യ സുരക്ഷയെ ബാധിക്കുന്ന ഇടപെടൽ നടത്തുന്നു എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അല്ല. വലിയൊരു തമാശ, ഈ CWCയിലെ അംഗങ്ങളെയും ചെയർമാനെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ സർക്കാർ വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ ചിലത് അനാഥാലയം നടത്തി പരിചയമുണ്ടാകണം. അനാഥാലയം നടത്തി പരിചയമുണ്ടാകാമെന്ന് പറയും. പാലക്കാട് ഒരു സർക്കാർ ഉടമസ്ഥതന്ന അനാഥാലയത്തിൽ അവിടെ പാർപ്പിച്ചൊരു കുട്ടിയെ അവിടെ തന്നെ അധികാരമുള്ള ഒരാൾ ലൈംഗികമായി ചൂഷണം ചെയ്തു. അപ്പം അനാഥാലയം നടത്തി പരിചയമുള്ളത് ഇതുപോലെയുള്ള ഒരു അധികാരമുള്ള ഒരു ബോഡിയുടെ ചെയർമാനാവാൻ ഒരു യോഗ്യതയാണോ? ഇപ്പോഴും സർക്കാർ പറയുന്നത് ഇവരെ മാറ്റിയെന്നാണ്. എനിക്കിപ്പോഴും അതിൻ്റെ ഒരു നിയമവശം മനസ്സിലാവുന്നില്ല. കാരണം ഇത് കാലാവധി കഴിഞ്ഞ ഒരു സമിതിയാണ്, ഇല്ലാത്ത നിയമത്തിന്റെ പുറത്ത് നിൽക്കുന്ന ഒന്നാണ്. കാരണം സർക്കാരിന് ഇതിനകത്ത് ഇടപെടാൻ ഒരുപാട് പരിമിതിയുണ്ട്. അപ്പോൾ സർക്കാരിന് ചെയ്യാം എന്ന കാര്യങ്ങൾ ഈ CWCയുടെ പ്രവർത്തനങ്ങൾ പോരായ്മയുണ്ട് എന്ന് കണ്ടാൽ കോടതിയിൽ പരാതി കൊടുക്കാം, കോടതിയെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കാം, ജില്ലാ കോടതിയിൽ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കാം. ഈ കഴിഞ്ഞ കാലത്തെ കുറച്ച് കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കണക്കുകളുണ്ട്. ഈ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ഈ കണ്ണൂർ കുട്ടി എങ്ങനെ വയനാട് എത്തിയെന്ന്. ഈ CWCയുടെ പഴയകാല പ്രവർത്തനങ്ങൾ നോക്കിയാൽ അതിലൊരു അത്ഭുതമില്ല. കണ്ണൂരുള്ളവർ വയനാട് എത്തുന്ന പോലെ ഈ ഏറ്റവും ഞാൻ അറിഞ്ഞൊരു വിഷയം, ആലപ്പുഴയിൽ ഒരു 13 വയസ്സുള്ള പെൺകുട്ടി ഗർഭിണിയായിട്ട് ആലപ്പുഴ CWCയുടെ മുമ്പിലെത്തി. ആ കുട്ടിയെ ആലപ്പുഴയിൽ നിന്ന് ബസ് കയറ്റി, അതായത് അമ്മയുടെ വല്യമ്മയുടെ കൂടെ ബസ് കയറ്റി
ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഒന്നുമില്ലാതെ തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുന്നു. ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ ഒരു സർക്കാരിൻ്റെ സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞു അവർ പറയണത് അവർ കണ്ടാൽ പേടിച്ചു പോയി. 13 വയസ്സുള്ള കുട്ടിയാണ്, അതിൻ്റെ വയറൊക്കെ ഭയങ്കരമായി വീർത്തിരിക്കുന്നു. അവർ പെട്ടെന്ന് തന്നെ തൈക്കാട് ഹോസ്പിറ്റലിൽ 3-ാം ദിവസം ആ കുട്ടി പ്രസവിച്ചു. എറണാകുളത്ത് CWCക്ക് തിരുവനന്തപുരത്തേക്ക് വിടുന്നതിന് മുമ്പ് എറണാകുളത്തേക്ക് വിടുമായിരുന്നു. അവിടെ ഹോസ്പിറ്റലുണ്ടല്ലോ. യാതൊരു വിധത്തിലുള്ള ഒരു സുരക്ഷ. എന്തിനാണ് CWCയുടെ അതിൻ്റെ പ്രാഥമിക കടമകൾ എന്തൊക്കെയാണ്? കുട്ടികളെ സംരക്ഷിക്കുക, ഇരകളായവരെ പ്രതികളെ പിടികൂടുക. ഇതൊന്നും തന്നെ ഇവർ നടത്തുന്നില്ല. ഈ പറയണ പോലെ ഈ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞിട്ട്, അതായത് അബോർഷൻ നടത്താൻ പറ്റില്ല. ചില അച്ഛന്മാർ പറയും അബോർഷൻ നടത്താൻ പറ്റില്ല, അത് വിശ്വാസത്തിനെതിരാണ്. അബോർഷൻ നടത്തിയാൽ ചിലപ്പോൾ ആ കുട്ടി അല്ലെങ്കിൽ പ്രസവിച്ച ആ കുട്ടിയുടെ ആരോഗ്യത്തിന് ഒരുപാട് ദോഷം സംഭവിക്കാം. പക്ഷെ അവിടെ നടത്തത്തില്ല അവർ. ഈ വിശ്വാസങ്ങൾ ശരിക്കും ഈ സംരക്ഷണത്തിനേക്കാൾ ഉപരി വിശ്വാസം സംരക്ഷിക്കാനാണ് വരുന്നത്. ഞാൻ ഒരു പ്രത്യേക മതത്തെയോ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. പക്ഷെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 14 ജില്ലകളിലെയും CWC കമ്മിറ്റികളിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് വരുന്നത്. അതിന് പറയുന്ന മാനദണ്ഡം ഇവർക്ക് അനാഥാലയങ്ങൾ നടത്തി പരിചയമുണ്ടെന്നാണ്. ചില ഉദാഹരണം ഞാൻ കേട്ട ചില ഉദാഹരണങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോകുന്ന ചില ഉദാഹരണങ്ങളുണ്ട് ചില കാര്യങ്ങളിൽ. അതൊന്ന് ഈ റാന്നിയിൽ ഒരു കുട്ടി 13 വയസ്സേ ഉള്ളൂ കുട്ടി വന്ന് ഗർഭിണിയായി തിരുവനന്തപുരത്തെത്തി. ഇവർ ഈ പ്രസവ ശുശ്രൂഷയ്ക്കും മറ്റുമായിട്ട് ഇവിടെ മഹിളാ സമിതിയിൽ ഏൽപ്പിച്ചവരെ. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടത് എവിടെയാണ്? സ്വന്തം വീട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ഇവർ പറഞ്ഞു ഇനി തിരിച്ച് ആ കുട്ടി അങ്ങോട്ട് വിടരുത്, ആ കുട്ടിക്ക് ഷെൽട്ടർ കൊടുക്കണം, നിയമ നടപടികൾ എടുക്കണം. ഇവരത് കേട്ടില്ല. തിരിച്ച് ആ കുട്ടിയെ വീട്ടിൽ അമ്മയുടെ കൂടെ പറഞ്ഞു വിട്ടു. ആ കുട്ടി തിരിച്ചു വന്നത് എവിടെയാണെന്നറിയാമോ? മനോരോഗ ആശുപത്രി കിളിമാനൂർ. ഇതേ ചേച്ചിയുടെ ഹസ്ബൻഡാണ് പീഡിപ്പിച്ചത്. തിരിച്ച് അമ്മയുടെ കൂടെ വിട്ടു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ മാനസികമായിട്ട് ഇവരെ ആരും മിണ്ടുന്നില്ല. കാരണം ഇവരോട് തെറ്റും ചെയ്തില്ല, തെറ്റിയതവർ വേറെയാണ്. പക്ഷേ ക്രൂശിക്കപ്പെടുന്ന ഈ കുട്ടികളാണ്. വീണ്ടും ആ കുട്ടിയും വന്നത് എവിടെയാണ്? മനോരോഗ ആശുപത്രിയിൽ. എത്ര കുട്ടികൾ മിസ്സായിട്ടുണ്ടെന്ന്. കൊല്ലത്ത് മന്ത്രവാദിനികൾ. അത് മന്ത്രവാദി, അതായത് അമ്മയും അച്ഛനും ഇല്ല അവർക്ക്. 2 പെൺകുട്ടികളാണ്, അമ്മുമ്മയാണുള്ളത്. എന്തോ ദോഷത്തിൻ്റെ ഒക്കെ പേര് പറഞ്ഞ് ഒരു മന്ത്രവാദിയുടെ അടുത്ത് സ്ഥിരം കൊണ്ടുപോകും. അയാൾ ഈ കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്തു. അത് ഈ അമ്മുമ്മയ്ക്കും അറിയാം. CWCയുടെ മുമ്പിലെത്തി. ആ കുട്ടികളെ പറഞ്ഞു വിട്ട് എവിടെയാണ്? അതേ അമ്മുമ്മയുടെ കൂടെ. കാരണം